സുന്നി ഭീകര സംഘടനയായ ISIS-നെ സൃഷ്ടിച്ചത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദും അമേരിക്കൻ ഏജൻസിയായ CIA-യും ചേർന്നാണെന്ന് വെളിപ്പെടുത്തൽ. സീറോ സാധ്യതയിൽ നിന്ന് വിഷയം കൊണ്ടതിന്റെ തെളിവാണ് നാർക്കോട്ടിക് ജിഹാദ്. ഒരു ആരോപണം ചാനൽ ചർച്ചയിൽ ഈ ചങ്ങാതി തന്നെ പറയണം, നിങ്ങളൊന്ന് കേട്ടു നോക്കില്ല. ബ്രിട്ടനിലെ NHS അടക്കം മയോ ക്ലിനിക് അടക്കം അംഗീകരിച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് ഞങ്ങൾക്ക് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇതാ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്കും നിങ്ങൾ ഹിജാബുമായി ബുർഖയുമായി പർദ്ദയുമായി വരുന്നു എന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോവുക. ഇവിടെ തീരുന്നില്ല. ഇനി അടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കണം. പ്ലസ് ഹലാൽ സർട്ടിഫിക്കേഷൻ മുന്നോട്ട് വെക്കുന്ന കുറെ ക്രൈറ്റീരിയാസ് കൂടി എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇപ്പോ ധർമ്മസ്ഥല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ നടന്ന കൂട്ടക്കൊലകളെ കുറിച്ചും മറ്റൊക്കെ വലിയ വിവാദങ്ങളൊക്കെ വന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇത്തരം സ്ഥലങ്ങളെ കുറിച്ച് ഒരു പ്രത്യേക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ത്യ ഒരു വംശഹത്യയുടെ അരികിലാണെന്ന വ്യക്തമായ സൂചനകൾ പല നിലക്ക് ഈ സെഷനുകൾ തുടരുമ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വംശഹത്യ അനിവാര്യമായും അതിൻ്റെ എല്ലാ സാധ്യതകളെയും സൂചനകളെയും കാണിക്കുന്നു എന്ന് ഈ രംഗത്തെ സാമൂഹ്യ നിരീക്ഷകരും മനഃശാസ്ത്രജ്ഞന്മാരും ഗവേഷകരുമൊക്കെ ചൂണ്ടിക്കാണിച്ച 8 രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രം ഇന്ത്യയാണെന്ന യാഥാർത്ഥ്യബോധം ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിലുണ്ടാവേണ്ടതാണ്. അങ്ങനെ ആയിരങ്ങളെ കൊന്നൊടുക്കി ഇവിടെ ഇതൊക്കെ സംഭവിക്കുമോ? അതിൻ്റെയൊക്കെ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടെങ്കിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രതിരോധങ്ങൾ ചെയ്യുമ്പോൾ, അതിൻ്റെ ക്ലിയറിങ്ങുകൾ നിർവഹിക്കപ്പെടുമ്പോൾ അത് തിരിച്ച് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരിച്ചൊഴുകും. നേരെ മറിച്ച് ഒന്നും ഉണ്ടാവില്ല എന്ന അന്ധമായ കോൺഫിഡൻസിൽ നിൽക്കുമ്പോൾ, ഈ രംഗത്ത് മറ്റു ഉദ്ദേശങ്ങളില്ലാതെ വിശകലനം ചെയ്യുന്നവരുടെ വാക്കുകളെ വിസ്മരിക്കുമ്പോൾ പ്രശ്നമാണ്. നിങ്ങൾ നോക്കി, ഇവിടുന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ അവിടുന്ന് താഴത്തങ്ങാടി വരെ 1 കിലോമീറ്റർ എടുത്താൽ ഒരു ഒരു സ്ക്വയർ കിലോമീറ്റർ എന്നുള്ളതിൽ എടുക്കുമ്പോൾ ഒരു ചതുരത്തിലേക്ക് ഇവിടുന്ന് താഴത്തങ്ങാടി വരെ അവിടുന്ന് അങ്ങനെ ഒരു സ്ക്വയർ കിലോമീറ്റർ എടുത്താൽ ഗസയിൽ 157.7 ഡെഡ് ബോഡികൾ ഉണ്ടാകും. ആ ഡെഡ് ബോഡികളെ ചവിട്ടി കടന്നിട്ട് വേണം ആ സ്ക്വയർ കിലോമീറ്റർ നടന്നു നീങ്ങാൻ എന്നാണ്. ഇത് പൊടുന്നതിനൊരു ദിവസം സംഭവിച്ചതല്ല. അതിലേക്കുള്ള കൃത്യമായ ചില സൂചനകളും ഘടകങ്ങളും കാരണങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഗ്രിഗറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള സാമൂഹ്യ നിരീക്ഷകൻ, അദ്ദേഹം ഒരു ഗവേഷകനാണ്. അദ്ദേഹം ഒരു നാട്ടിൽ വംശഹത്യയിലേക്ക് ഒരു വിഭാഗത്തെ ഒരു മൈനോറിറ്റി വിഭാഗത്തെ വംശഹത്യയിലേക്ക് എത്തിക്കാനുള്ള 10 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. നമ്മൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റും. ഒരു നാട്ടിൽ ഒരു ജനവിഭാഗത്തെ വംശഹത്യക്ക് വിധേയനാക്കാൻ 10 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുന്നതാണ് പറയാറുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വർഗീകരണം. അവരെ ക്ലാസിഫൈ ചെയ്യുക. അതായത് നമ്മൾ, അവർ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഈ ഓരോ സ്റ്റെപ്പുകൾ പറയുമ്പോഴും ഇന്ത്യയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. വർഗീകരണം എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സിംബിളൈസേഷൻ, പിന്നെ വിവേചനം. നമുക്കറിയാം ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള വിവേചനങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ഇവിടെയുള്ള മൈനോറിറ്റികൾ അനുഭവിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിന്ദനം, ഡീഹ്യൂമനൈസേഷൻ, അവർ മനുഷ്യരല്ല എന്ന് പറയൽ. ഓർഗനൈസേഷൻ, ധ്രുവീകരണം, അതിനുശേഷം തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ, പേഴ്സിക്യൂഷൻ, എക്സ്റ്റെർമിനേഷൻ, ഡിനയൽ. ഇങ്ങനെ അവർ മനുഷ്യരല്ല, അവർ വംശഹത്യ ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാടധികം കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാന്നാണ് വിചാരിക്കുന്നത്. അതായത് വളരെ കൃത്യമായ 15 പോയിന്റുകൾ ഞങ്ങളിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സമയം അതിനു മുമ്പ് പൂർണ്ണമായാൽ പിന്നീട് അത് മറ്റൊരു സെഷനിൽ കൊണ്ടുവരും. ഏറ്റവും കൃത്യമായി, വളരെ ശാസ്ത്രീയമായി, വളരെ ഗവേഷണാത്മകമായി ഇതിൻ്റെ പിന്നിൽ ചില പണികൾ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വെക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മുസ്ലിം വ്യക്തികൾ, ആണും പെണ്ണുമൊക്കെ, അവർ പേരിൽ മുസ്ലിം ആയിരിക്കും, അവരുടെ കുടുംബം മുസ്ലിം ആയിരിക്കും, ആധാർ കാർഡിൽ മുസ്ലിം ആയിരിക്കും. അവർ ചെയ്യുന്ന തിന്മകളും അധർമ്മങ്ങളും അതോടൊപ്പം അവരുടെ വീഴ്ചകളും കിട്ടിയ സ്പോട്ടിൽ അതെന്ത് ചെയ്യുന്നു? മൊത്തം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിൻ ടൂളായി ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം എവിടെങ്കിലും അവന് ഭയങ്കര അഡ്രസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു കമന്റ് ബോക്സിലിട്ട് ഒരു കമന്റ് മതി, ആരോ പറഞ്ഞൊരു മുദ്രാവാക്യം മതി, അത് കംപ്ലീറ്റ്
ഒരു ജനതയുടെ മുഴുവൻ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക പദ്ധതി യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ ദിവസവും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ഒരു സംഭവം നടന്നു. കേരളത്തിൽ ഒരു മുസ്ലിം പേരുകാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ കാറിന്റെ പിന്നിൽ ഒരു നായെ, ഒരു പട്ടിയെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. അങ്ങനെ പട്ടി മരിച്ചുപോയി, ചത്തുപോയി. അപ്പൊ ഈ വാർത്ത വന്നതോടുകൂടി കേരളത്തിലെ സുപ്രസിദ്ധനായിട്ടുള്ള നാസ്തികനായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, ഇറ്റ് പോയ്സൺ എവ്രി മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പട്ടിയെ കെട്ടിവലിക്കാൻ അയാൾ ചിന്തിക്കാൻ കാരണം, അയാൾ അങ്ങനെ ചിന്തിക്കാൻ, ഒരു പട്ടിയെ കെട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള അത്തരം തെറ്റായ കാര്യങ്ങൾ അയാൾ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? പട്ടികളോട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പട്ടി ഹറാമാണ്. അപ്പൊ ആ ഇസ്ലാം പറഞ്ഞ ആ പട്ടി ഹറാമാണെന്ന് പറഞ്ഞ സംഗതി തലയിൽ കയറിയത് കൊണ്ടാണ് ആ മതം എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അത് തലയിൽ കയറിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇയാള് പട്ടിയെ എങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. പക്ഷെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം കേരളത്തിൽ മറ്റൊരു വാർത്ത നമുക്ക് കാണാൻ പറ്റും. ഇതിന് ശേഷം വന്ന മറ്റൊരു വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാബു എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി ഇതേപോലെ ഒരു പട്ടിയെ കെട്ടി വലിച്ചു കൊണ്ടുപോയി. അപ്പോ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചോദിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞല്ലോ മതത്തിന്റെ സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം, അല്ലെ? മതത്തിന്റെ സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം, ഇസ്ലാമിന്റെ സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം. ഇവിടെ സോഫ്റ്റ്വെയർ ഇല്ലേ? ഷാബു എന്ന് പറയുന്ന മുസ്ലിം പേരുകാരനല്ലാത്ത മറ്റൊരു മതക്കാരനായിട്ടുള്ള ആൾ ഇതേ കാര്യം ചെയ്യുമ്പോൾ അവിടെ പിന്നെ മതമില്ല, അവിടെ മതത്തിന്റെ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമല്ല, അത് ആ വ്യക്തിയുടെ പ്രശ്നമല്ലേ? ഷാബു എന്ന് പറയുന്ന ഒരാളുടെ, അയാൾ അങ്ങനെ ഒരു ദുഷ്ടനായി പോയി, അയാളുടെ മതത്തിന്റെ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നങ്ങളൊന്നും അവിടെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കാര്യം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇസ്ലാമിന്റെ തലക്ക്, ഇനി മുസ്ലിം അല്ലെങ്കിലോ അത് ആ വ്യക്തി ഭയങ്കര ദുഷ്ടനായി പോയതുകൊണ്ടാണ്. ഈ രീതിയിലേക്കുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഒരു ചങ്ങാതി രാവിലെ പത്രം വായിക്കാനിരിക്കുകയാണ്. പത്രം വായിക്കാനിരിക്കുമ്പോൾ ഇദ്ദേഹം നേരെ പത്രം തുറന്നിട്ട് മലപ്പുറം ജില്ലയിൽ ഇരുന്നിട്ട് മലപ്പുറത്തെ മരണ വാർത്ത അടക്കമുള്ളത് റിപ്പോർട്ട് ചെയ്യണതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന എല്ലാ അധാർമികതകളും അതിലൊക്കെ മുസ്ലിം പേരുകളാണ് എന്ന ഒരു തരം നെറേറ്റീവിലേക്ക്, ഒരു തരം നരേഷനിലേക്ക് പോവാണ്. ആ ക്ലിപ്പ് നമുക്ക് ഇവിടെ ലഭ്യമാണ്, അതൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. പത്രത്തിന്റെ മലപ്പുറം എഡിഷന്റെ 3-ാം പേജിൽ ഈ പേജ് നോക്കുക. സോം പത്രത്തിൽ സ്ഥിരമായി ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, പത്രത്തിലെ പ്രാദേശിക പേജിൽ മിക്കവാറും വാർത്തകൾ ക്രിമിനൽ കുറ്റങ്ങളുടെ വാർത്തകളായിരിക്കും. എന്ന് നോക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. മലപ്പുറം ജില്ലയിലെ പത്രത്തിലുള്ള പ്രാദേശികം എന്ന് പറയുന്ന പേജിലുള്ള കാര്യമാണ് വായിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു ജില്ലയാണ്, താരതമ്യേന മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ലയാണ്. അപ്പൊ സ്വാഭാവികമായും പ്രാദേശികം പേജിൽ ആരാ ഉണ്ടാവുക കൂടുതൽ കുറ്റക്കാരായിട്ടുള്ളത്? മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും, മുസ്ലിം പേരുകാർ തന്നെ ആയിരിക്കും. പക്ഷെ മൂപ്പര് ചെയ്യാൻ എന്താ, ഇങ്ങനെ പിന്നെ പത്രം ഇങ്ങനെ എടുത്തിട്ട് വായിക്കുകയാണ്, ഇന്ന കഞ്ചാവ് കേസിൽ ഇന്ന ഒരാൾ പിടിയിൽ, അയാളുടെ പേരിങ്ങനെ വായിക്കുക, അത് അബ്ദുൽ മൊഹ്സിൻ ഉണ്ടോ, അപ്പൊ അത് മുസ്ലിം പേരുകാരൻ. അടുത്ത ഒരു കുറ്റകൃത്യം, അതിൽ പേരേതാ, മുസ്ലിം പേര്. ഇപ്പൊ ഫുൾ എന്താണ്, മുസ്ലിങ്ങളാണ് കുറ്റം ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പത്രം വായിക്കുക അങ്ങനെയാണ്, പത്രം വായിച്ച് അത് ആരാണ് പേരൊക്കെ നമ്മൾ നോക്കുമായിരിക്കും. പക്ഷെ ഇവര് പത്രം വായിക്കുന്നത് എങ്ങനെയാണോ, അത് ആ പേരിങ്ങനെ നോക്കുന്നു, അത് മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ, ഇങ്ങനെയാണ് പത്രം വായിക്കുക. ഇങ്ങനെയാണ് ഒരാളുടെ പേര്, ഒരു പ്രതി ഉണ്ടെങ്കിൽ അയാളുടെ മതം നോക്കുക, ഇങ്ങനെയാണ് പത്രം വായിക്കുന്നത്. ഇനി ഓരോരുത്തരുടെയും പത്രവായന പതിയെ ഇതിലേക്ക് സെറ്റ് ആവുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഇത് വ്യത്യസ്തമായ ഇസ്ലാമോഫോബിക് കണ്ടന്റുകളുള്ള, ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള വ്യക്തികൾ ഇത് കാണുന്നതോടുകൂടെ പിന്നെ അവരുടെ പത്രവായന ഈ ഒരു ആംഗിളിലേക്ക് മാറും, സ്വാഭാവികമായി മാറും. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ആർക്കാ? ഈ പത്രത്തിൽ വന്ന മൊത്തം അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച ആൾക്കും ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്ത ആളുകൾക്കൊക്കെയാണ്. ഇനി ഇതിന്റെ മറ്റൊരു വശം എന്താ അറിയോ? ഒരു മുസ്ലിം വ്യക്തി ഒരു നല്ല കാര്യം ചെയ്താൽ അത് ആ വ്യക്തിയിൽ മാത്രം ചുരുങ്ങും. അതിന്റെ ഉത്തരവാദിത്തം മുസ്ലിങ്ങൾക്കോ ഖുർആാനിനോ അതിന്റെ പ്രചോദനം ഖുർആനാണെന്നൊന്നുമില്ല. തെറ്റുകൾ മുഴുവൻ ഇസ്ലാമിക് സോഫ്റ്റ്വെയർ ആണ് തലച്ചോറിന്റെ ഉള്ളിലെ. ഖുർആനും സുന്നത്തുമാണ് പ്രശ്നം. നിങ്ങൾ നോക്കിപ്പോ MA യൂസുഫ് അലി സാഹിബ് കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്താ, 2 കോടി രൂപ ചെലവാക്കി അദ്ദേഹം ഒരു നോൺ മുസ്ലിം പെൺകുട്ടിയെ ഇറക്കി. നമ്മൾ അതിനെ ഒരു നോൺ മുസ്ലിം എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വളരെ കൃത്യമായി ഇത് അജണ്ടയാക്കി നമ്മുടെ നേരെ വരുന്നതുകൊണ്ടാണ്, നമ്മുടെ നേരെ അറ്റാക്ക് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. അപ്പൊ അത് വന്നപ്പോ അത് ഒരിക്കലും അതിൽ മുസ്ലിങ്ങൾക്ക് അഭിനന്ദനങ്ങളില്ല, അതിൽ ഖുർആനില്ല, അതിൽ സുന്നത്തിന്റെ പ്രചോദനം എന്ന് അദ്ദേഹം പറയണതോ? അദ്ദേഹം സക്കാത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കമന്റ് ഉണ്ടോ? നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ജീവിതം കൊണ്ട് നാം നേടുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം സക്കാത്തായി സമൂഹത്തിൽ തിരിച്ചു നൽകണം എന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഞങ്ങൾക്ക് 100 റുപ്യ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന്. അത് ആര് കൊടുക്കുന്നില്ല, അത് വേറെ നിയമം. അതാണ്, അത് തന്നെയാണ് കരുണാകര ഗുരു പറഞ്ഞത്, നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഒരു വിഹിതം നിങ്ങൾ കൊടുക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു.
ഇതേപോലെ ധാരാളം അദ്ദേഹത്തിന്റെ കമന്റ്സ് കാണാൻ പറ്റും. പക്ഷെ ഇന്നേ വരെ അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്ത് വന്ന ഒന്നിലും നേരത്തെ വ്യത്യസ്ത വ്യക്തികളെ പ്രൊജക്ട് ചെയ്ത് അത് മുസ്ലിങ്ങളുടെ നേരെ ആക്ഷേപിക്കപ്പെട്ടതുപോലെ വരുന്നില്ല. ഇനി നൗഷാദ് എന്ന് പറയുന്ന ഒരു തുണിക്കച്ചവടക്കാരൻ, അയാളുടെ സർവ്വ എടുത്തു കൊടുത്തത് നമ്മൾ കണ്ടു. അപ്പൊ കേരളത്തിലെ ഒരു പ്രമുഖനായ ഫിലിം സ്റ്റാർ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം തമ്മിൽ നടത്തിയ ഒരു സംഭാഷണ ശകലം ഉണ്ടാവും, കേട്ടു നോക്ക് നിങ്ങൾ. ഹലോ, ഫഹദിന്റെ നമ്പറാണോ? ആ, ഫഹദ് മകനാണ് എൻ്റെ. ആ, ഇതാരത്? ഇത് നൗഷാദ്. ആ, ഞാൻ മമ്മൂട്ടിയാണ് വിളിക്കുന്നത്. ആ, സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു പറഞ്ഞു. നല്ല സന്തോഷമായ കാര്യമാണ്. ഏതായാലും നല്ല ദിവസമായിട്ട് നല്ല സാഹത്തായ കാര്യങ്ങൾ ചെയ്യുക. അതിനും ഭർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ അള്ളാഹുവിനെ മുൻനിർത്തിയാണ് ചെയ്തത്. കേട്ടാ, ഞങ്ങൾക്ക് ആർക്കും തോന്നാത്തൊരു കാര്യമുള്ളൂ, വലിയ കാര്യം. ഓക്കെ, അദ്ദേഹം ഇത് അള്ളാഹുവിനെ മുൻനിർത്തിയാണ് ചെയ്തത്. ഞാനിത് വൈറലാകാൻ ചെയ്തതൊന്നുമല്ല. നിലവിലത് വൈറലായി അല്ലേ? പക്ഷെ അത് അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്തു, പരലോകത്ത് മുൻനിർത്തി ചെയ്തു. അപ്പൊ അത് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ അത് പ്രൊജക്ട് ചെയ്യൂല. ഞങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യേണ്ട കാര്യമില്ല. ആരെങ്കിലും ചെയ്ത തിന്മയുടെ പേരിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തി ആക്രമിക്കുന്ന പരിപാടി നിർത്തിയാൽ മതി. അത് മാത്രമേ ഞങ്ങളിവിടെ ചോദിക്കണുള്ളൂ. ഇനി അതുകൊണ്ടും തീർന്നില്ല. ബിൻ ലാദന്റെയും ഐമൻ ലവാഹരിയുടെ ഒക്കെ പ്രശ്നം എന്താ? ബിൻ ലാദന്റെ ഐമൻ ലവാഹരിന്റെ ഒക്കെ പ്രശ്നം എന്താന്ന് ഇതേ പറയുന്ന നാസ്തിക നേതാവെന്ന് പറയട്ടെ. ബിൻ ലാദനിൽ നിന്നും സവാഗിരിയിൽ നിന്നും ബാഗ്ദാദിൽ നിന്നും ഇസ്ലാം എടുത്ത് മാറ്റിയാൽ അവരൊരു പക്ഷേ ഏറ്റവും മികച്ച വ്യക്തികളായി. അതെ, അവരുടെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ ഊരിയ അവരൊക്കെ ശരിയായി എന്നാണ്. അപ്പൊ ഇത് വളരെ ശക്തമായൊരു ക്യാമ്പയിനായി നമ്മുടെ മുന്നിൽ നടക്കുകയാണ്. മനുഷ്യൻ പിടയുന്ന നേരത്ത് മാൻഹോളിലേക്ക് ഇറങ്ങി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ നൗഷാദ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രചോദനം എന്താ? ഒരാളെ രക്ഷപ്പെടുത്തിയാൽ ലോകത്തെ കോടികളെ രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒക്കെ പിന്നിലുള്ളത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എന്താ? മുസ്ലിം വ്യക്തികളുടെ തിന്മകൾ മുസ്ലിങ്ങൾക്കു നേരെ എടുത്തുപയോഗിക്കുന്ന പരിപാടി അത് ആസൂത്രിതമായ ഹെയ്റ്റ് ക്യാമ്പയിനിന്റെ അപരവൽക്കരണത്തിന്റെ ഭാഗമാണ്. യെസ്. അപ്പൊ മുസ്ലിങ്ങൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ അത് ആ മനുഷ്യന്മാരിൽ ഇൻഹറന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരാണല്ലോ, എല്ലാവർക്കും നന്മ ഉണ്ടാവില്ലേ? ആ നന്മയാണ് മുസ്ലിങ്ങൾ നന്മ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗണത്തിലേക്ക് കൊടുക്കും. പക്ഷേ മുസ്ലിങ്ങളെങ്ങാൻ തിന്മ ചെയ്താൽ അത് ഇസ്ലാമിന്റെ തിന്മയാണ്. അത് മുസ്ലിങ്ങളുടെ മതത്തിന്റെ സോഫ്റ്റ്വെയർ തലച്ചോറിന്റെ ഉള്ളിൽ അടിച്ചു കയറ്റിയിട്ടുള്ള മത സോഫ്റ്റ്വെയർ, ഇസ്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ്. ഈ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി ഇവിടെ തീരുന്നില്ല. രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, മലപ്പുറത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. മലപ്പുറത്തെ കുറിച്ച് അല്ലെ, മുസ്ലിം പ്രദേശങ്ങളെ കുറിച്ച്, മുസ്ലിം പ്രദേശം എന്ന് പറയുമ്പോൾ മുസ്ലിം പോപ്പുലേഷൻ കൂടിയിട്ടുള്ള പ്രദേശങ്ങളെ കുറിച്ച് നമുക്കറിയാം. പലപ്പോഴും ഈ നോമ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ, ഞാൻ കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് ട്രാവൽ ചെയ്തപ്പോൾ ഒരിറ്റു വെള്ളം പോലും കുടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്താ? മുസ്ലിം കടക്കാരൊക്കെ കടയടച്ചിട്ട് പിന്നെ വീട്ടിൽ പോയിരിക്കാണ്. അവർക്കൊക്കെ നോമ്പായതുകൊണ്ട്. എന്തൊരു വർഗീയതയാണ് അല്ലെ, എന്തൊരു വർഗീയതയാണ്! ഇങ്ങനെ ഇത്രയും വർഗീയതയുള്ള മറ്റൊരു സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ചില ആളുകൾ. അവര് മുസ്ലിങ്ങൾ താമസിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യ കൂടുതലാണ്, ഡെമോഗ്രഫി കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞ കമന്റുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ മുസ്ലിം പ്രദേശങ്ങളെ ഭീകരവൽക്കരിക്കുക എന്നുള്ളതാണ്. അതാണ് അടുത്ത ഒരു രീതി. ഇതിലേക്ക് നമുക്കൊരു സന്യാസി തമിഴ്നാട്ടിലെ ഒരു ചാനൽ ചർച്ചയിൽ ഈ ഒരു വാദം ഉന്നയിക്കുന്നതും വീഡിയോഗ്രാഫർ കടന്നു വന്ന് അദ്ദേഹം പറയുന്നതും ഞാൻ മലപ്പുറത്തുകാരനാണെന്ന് പറയുന്നതും അതാകെ ചീറ്റണതും നമുക്കൊന്ന് നേരിട്ട് കാണാം. கேரளாவில் ஒரு டிஸ்ட்ரிக்ட் அது மாதிரி இருக்கு. அங்க இந்துக்களே உள்ள போக முடியாது. என்ன டிஸ்ட்ரிக்ட்னு கேளுங்க. മലപ്പുറം ഡിസ്ട്രിക്ട്. കേരളത്തിൽ ഹിന്ദുക്കൾക്ക് പോകാൻ പറ്റാത്ത ഒരിടമുണ്ട്, മലപ്പുറം എന്ന ജില്ല. ഷോയുടെ അവതാരകനായിരുന്ന അവൈ പുടപ്പൻ അത് അങ്ങനെയല്ലെന്നും താൻ അവിടെ പോയിട്ടുണ്ട്, തനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് മറുപടി പറഞ്ഞതും, ഷോയുടെ ക്യാമറാമാനെ പിന്നണിയിൽ നിന്ന് മുന്നോട്ട് വിളിച്ച് ഇദ്ദേഹം മലപ്പുറത്തുകാരനാണ്, ഇദ്ദേഹം പറയട്ടെ അവിടെ അങ്ങനെയാണോ നടക്കുന്നത് എന്ന് ചോദിച്ചതും, താൻ ജീവിക്കുന്ന മലപ്പുറം അങ്ങനെയല്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതും പ്ലാറ്റ്ഫോമിൽ കൂട്ടച്ചിരി ഉയർത്തിയിരുന്നു. இருக்குன்னு அங்க இருக்கிறவங்க தான் சொல்றாங்க. അപ്പൊ ഇവിടെ നിന്നിട്ട് നമ്മുടെ മലയാളികളുള്ള മലപ്പുറത്ത് ഹിന്ദുക്കൾ അടക്കമുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇത്രയും വർഗീയത പറയുന്നുണ്ടെങ്കിൽ പുറത്ത് എന്തായിരിക്കും പറയാം? അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പുറത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറം ജില്ലയിലേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു ജില്ല കേരളത്തിലുണ്ട്, മലപ്പുറം എന്നിട്ടൊരു ജില്ല. അപ്പൊ അവിടെയുള്ള ക്യാമറാമാൻ പറയാണ് ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, മുപ്പര് ഹിന്ദുവാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സംഗതി കാണാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ മലപ്പുറത്തെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ഓർമ്മ ഉണ്ടാവും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ മലപ്പുറത്ത് ബോംബ് പൊട്ടിയിട്ട് ഒരു ആന ചത്തു അല്ലേ? ഓർമ്മ ഉണ്ടാവും ചിലപ്പം.
അതിനെക്കുറിച്ച് ചില ട്വീറ്റുകൾ അന്ന് നമ്മുടെ ട്വിറ്ററിലൊക്കെ വന്നിരുന്നു. മേനക ഗാന്ധി അല്ലെ, മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന ഒരു കമന്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മലപ്പുറം ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഇന്റൻസ് ക്രിമിനൽ ആക്ടിവിറ്റി സ്പെഷ്യലി വിത്ത് റിഗാർഡ്സ് ടു ആനിമൽസ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഒരു കൂടാരമാണ് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ ആനിമൽസിനെ പോലും ഈ രീതിയിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് മാത്രമല്ല, പ്രകാശ് ജാവ്ദേക്കർ പോലെയുള്ള വലിയ ഔദ്യോഗിക പൊസിഷൻസിലുള്ള ആളുകളാണ് ഇത് പറയുന്നത്. പക്ഷെ പിന്നെ നമുക്ക് പിന്നെ യാഥാർത്ഥ്യം നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എന്താണ്? അങ്ങനെ ഒരു ആന മലപ്പുറത്ത് ചത്തിട്ടില്ല. ആന ചത്തത് പാലക്കാടായിരുന്നു. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ പ്രചരിപ്പിച്ച എന്താണ്? അത് മലപ്പുറത്ത് ഒരു ആന ചത്തിരിക്കുന്നു. അതിൻ്റെയും വിഷയം എന്താ? അതിലെ പ്രശ്നം എന്താണ്? മലപ്പുറത്ത് മുസ്ലിങ്ങളാണ്, അവരിതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ആളുകളാണ്. ഈ രീതിയിലുള്ള ഒരു സംഗതി ഇത് കേരളത്തിൽ വെള്ളാപ്പള്ളിമാർ പറയുമ്പോൾ പുറത്ത് എന്താണ് സംഭവിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ഇത് ശരിക്കും ആന അവിടെ ചെരിഞ്ഞപ്പോ, പന്നിക്ക് വെച്ച പടക്കം ആന വിഴുങ്ങി അത് ചെരിഞ്ഞപ്പോ, ആ ആനയെ രക്ഷപ്പെടുത്താനുള്ള പെടാപാടുപെടുന്ന, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന, പ്രത്യേകിച്ച് ഇങ്ങനത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു പരിശീലനം കിട്ടാതെ അവിടേക്ക് ചാടി വീഴുന്ന പച്ചയായ മനുഷ്യരുടെ നേരെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വരുമ്പോഴാണ് ഇത് നമുക്ക് ഏറെ പെയിൻഫുൾ ആകുന്നത്. ഇതുപോലത്തെ ഒരു വേദിയിൽ, നമ്മളെപ്പോലത്തെ ഒരു നാട്ടിൽ ഇങ്ങനത്തെ കമ്പാരിസണുകളിലേക്ക് പോയി ഇത് അവതരിപ്പിക്കേണ്ടി വരുന്ന, ഞങ്ങൾ കുറ്റക്കാരല്ലെന്ന് എന്നും ഇങ്ങനെ ഒരു പോയിന്റ് ബ്ലാങ്കിൽ ചൂണ്ടിപ്പിടിച്ച തോക്കിന്റെ മുന്നിൽ നിന്ന് പറയുന്നത് പോലെ എന്നും ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിന്റെ വേദനയെക്കുറിച്ച് ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഇവിടെ എന്തൊക്കെയുണ്ട്? ഇപ്പോ ധർമ്മസ്ഥല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ നടന്ന കൂട്ടക്കൊലകളെ കുറിച്ചും മറ്റൊക്കെ വലിയ വിവാദങ്ങളൊക്കെ വന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇത്തരം സ്ഥലങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേക ക്യാമ്പയിനിന് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്നതും മറ്റൊക്കെ? അതിന്റെ പേരിൽ ഹിന്ദുക്കളെ മുഴുവൻ പ്രതിചേർക്കുന്നത് ആരെങ്കിലും കണ്ടോ? ഇത്രയും ടൈറ്റ് ഫിറ്റായ സോഷ്യൽ മീഡിയ കാലത്ത് ഒറ്റപ്പെട്ട വ്യക്തികൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കമന്റ് പറഞ്ഞത് എടുത്തുകൊണ്ടിരുന്നതല്ല ഞാൻ ചോദിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയിലെ പിന്നെ ഉന്നതരായ പണ്ഡിതർ തൊട്ടിങ്ങോട്ട് എടുത്താൽ അതിന് ഏതെങ്കിലും ഒരു നിലക്ക് ഒരു മതത്തിന്റെ നേരെയും അതിന്റെ അനുയായികളുടെ നേരെയും ഉപയോഗിച്ചതില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇതുപോലെയുള്ള ചീറ്റിപ്പോകുന്ന ഉപകരണങ്ങളിലൂടെ ഞങ്ങൾക്കു നേരെ ആ പാഞ്ഞെടുക്കുന്നവർ നൽകുന്ന മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് അത് വേണ്ടെന്ന് പറയാൻ തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യം നമ്മൾ കഴിഞ്ഞു. ഒന്ന്, വ്യക്തികൾ പറയുന്നത് മുസ്ലിം വ്യക്തികളാണെങ്കിൽ അത് ടോട്ടൽ മുസ്ലിം സമൂഹത്തിന്റെ മേലെ ചാർത്തി കൊടുക്കുക. രണ്ടാമത്തത്, മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒരു പ്രദേശം ഉണ്ടെങ്കിൽ ആ പ്രദേശത്തിന് ഇങ്ങനെ ആക്കുക എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമല്ല, ഇവിടെ നിൽക്കുന്നില്ല, മുസ്ലിങ്ങളുടേതായിട്ടുള്ള ചിഹ്നങ്ങൾ ഉണ്ടാവും, പദങ്ങളും ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഹിജാബ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ചിഹ്നമാണ്. അതേപോലെ തന്നെ ഹലാൽ എന്ന് പറയുന്നത് അല്ലെ, ഈ രീതിയിൽ മുസ്ലിങ്ങളുടേതായിട്ടുള്ള ചിഹ്നങ്ങൾ, പദങ്ങൾ, ഇതിനെന്ത് ചെയ്യുക? ഭീകരവൽക്കരിക്കുക. കണ്ടോ, എവിടെയും ഇപ്പം അവസാനം നമ്മൾ ഇവിടെ കണ്ടല്ലോ, കൊച്ചിയിൽ കണ്ടല്ലോ, എവിടെയും ഇവർക്ക് ഹിജാബ് കൊണ്ടുവരണം അല്ലെ, ഹിജാബ് കൊണ്ടുവരണം, എല്ലായിടത്തും മതം കുത്തി കയറ്റുകയാണ്. ഹലാൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്, സമൂഹത്തിൽ വർഗീകരണം ഉണ്ടാക്കാൻ. കുറെ ആളുകൾ ഹലാൽ, കുറെ ആൾക്കാർ നോൺ ഹലാൽ. എന്തിനാണ് ഇങ്ങനെ വർഗീകരണം ഉണ്ടാക്കുന്നത്? അപ്പൊ ഇങ്ങനെ പദങ്ങളും ചിഹ്നങ്ങളും കൊണ്ടുവന്നിട്ട് മുസ്ലിങ്ങൾ ഇവിടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്, വിവേചനം ഉണ്ടാക്കുകയാണ്, വർഗീകരണം ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് കൃത്യമായി ചില കാര്യങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അതിങ്ങനെ ക്യാമ്പയിൻ ചെയ്യാം. എൻ്റെ മുടി കാണുമ്പോൾ ഇല്ലാത്ത പേടി എൻ്റെ താടി കാണുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഹിജാബിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അതിങ്ങനെ നിരന്തരം പറഞ്ഞ് ഭീകരമായി ചിത്രീകരിക്കുന്നിടത്തൊക്കെ, ഭീകരത പറയുന്നിടത്തൊക്കെ അതിൻ്റെ ചിഹ്നങ്ങളായതുകൊണ്ട് നമ്മളെ മനസ്സിന് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ ജീവശാസ്ത്രപരമായ ഒരു കാര്യമാണത്. ഒരു സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ട് വരുമ്പോൾ അതിലെ പാസ് ചെയ്യാൻ പേടി, അല്ലെ ചില ജീവികളെ പേടി, അങ്ങനത്തെ ആ ഒരു ജീവശാസ്ത്രപരമായ സംഗതിനെ ഉപയോഗിക്കാന്നുള്ളത്. ഇവിടെ ഹിജാബ് എത്ര സിമ്പിളാണ്. എന്തിനാ മുസ്ലിങ്ങൾ ഹിജാബ് ധരിക്കണേ? രണ്ട് കാര്യമാണ്. ഒറ്റ ആയത്തിൽ പറഞ്ഞ് യുറഫിന അല്ല യുദീന, അറിയാൻ വേണ്ടിയാണ്. ഞാനൊരു മുസ്ലിമായ സ്ത്രീയാണ്, ഞാൻ ലെസ്ബിയൻ സെക്സിന് പോകൂല, എന്നെ ആരും പ്രണയിക്കാൻ വരേണ്ടതില്ല, ഞാൻ ഇൻസെസ്റ്റ് സെക്സിന് അമ്മയും പെങ്ങളും വരെ സമ്മതിച്ചു കൊടുക്കുന്ന, അമ്മയോടും പെങ്ങളോടും വരെ ആകാന്ന് പറയുന്ന സെക്സിലേക്ക് ഞാനില്ല, എനിക്ക് 5 വക്ത് നിസ്കരിക്കണം, എനിക്ക് ചില കൃത്യമായ തത്വങ്ങളുണ്ട് എന്ന വേർതിരിവിന് വേണ്ടി, അല്ല യുദീന, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. അവരുടെ ശരീരത്തിൽ, ഒരു പെണ്ണിന്റെ ശരീരത്തിലെ ആകർഷണീയമായ ഭാഗങ്ങൾ കണ്ടാൽ ഷീസ് മൈ സിസ്റ്റർ എന്നല്ല വരിക. ഖുർആൻ സുന്നത്തും ബുഖാരിയുടെ അവിടെ ഒക്കെ നമ്മള് എന്നിട്ട് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്താൽ എന്താണ് ഒരു പുരുഷൻ അത് കാണുമ്പോൾ ഉണ്ടാവുക? അവിടെ ഒരു തരം ആകർഷണീയതയും ഇത് നിനക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നുള്ളൊരു മനോഗതവും ഉണ്ടാകുമെന്നത് കൃത്യമായ പഠനങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കുന്നവരെ ആക്രമിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ അതൊരു സംരക്ഷണമാണെന്നത് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. യെസ്. അപ്പോ ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല, നമുക്ക് കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിനൊക്കെ നമ്മൾ പറയും ഇത് മുസ്ലിങ്ങളുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഹിജാബ് എന്നൊക്കെ പറയുന്നിടത്ത്
മുസ്ലിങ്ങളല്ലാത്ത ഈവൻ നമ്മുടെ ഇവിടെ സെലിബ്രിറ്റീസ് ആയിട്ട് നടക്കുന്ന ചില ആളുകൾ പോലും ഹിജാബ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വീഡിയോസ്, ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് മുസ്ലിങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഹിജാബ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള എന്തോ പരീക്ഷയൊന്നുമല്ല. അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തത മനസ്സിലാക്കിയ പടച്ചോനാണ് സ്ത്രീകൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അഡ്വാൻറ്റേജ് അത് ധരിക്കുന്ന ആളുകൾക്ക് കിട്ടും. അത് മുസ്ലിങ്ങൾ പറയണ്ട, ബാക്കിയുള്ളവർ പറയട്ടെ. അപ്പൊ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് എങ്ങനെയാ? പർദ്ദ ഇടുന്നത് ആളുകളെ പിടിച്ചിട്ടില്ല. നമുക്ക് കുറച്ചും കൂടി ഈ ലുലു അങ്ങനെയൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. അതുകൊണ്ട് തന്നെ പർദ്ദയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടാണ്. അത് ശരി. യെസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്? വളരെ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റീന്റെ നടുക്ക് ജീവിക്കുന്ന ഒരു സെലിബ്രിറ്റിനോട് ചോദിക്കാണ്. അവർ പറയുന്നത് വെച്ചാൽ ഞാൻ ഹിജാബൊക്കെ ഇട്ടിട്ട് പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകാറുള്ളത്. കാരണം എന്താണ്? എന്നെ തിരിച്ചറിയൂല, ആളുകൾ തിരിച്ചറിയൂല. ഇത് മുസ്ലിം അല്ല പറയുന്നത്. ഇസ്ലാമിന്റെ വിശ്വാസത്തെ അനുസരിക്കാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്ത സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളാണ് പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ ഹിജാബിന്റെ വിഷയം ഇങ്ങനെയാണെങ്കിൽ ഹലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നമാണ്. റീസെന്റ് UP-യിലെ മുഖ്യമന്ത്രിയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഹലാൽ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ISO അല്ലെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, ISO നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫുഡിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ISO, HACCP, ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടാവും. ഇതേപോലെയുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്, ഒഫീഷ്യൽ സർട്ടിഫിക്കേഷനാണ് ആക്ച്വലി ഹലാൽ എന്ന് പറയുന്നത്. ഹലാൽ സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സർട്ടിഫിക്കേഷനാണ്. അപ്പൊ അതിന്റെ പ്രോസ്പെക്ടസ് നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കണം. പ്ലസ് ഹലാൽ സർട്ടിഫിക്കേഷൻ മുന്നോട്ട് വെക്കുന്ന കുറെ ക്രൈറ്റീരിയാസ് കൂടി എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. അപ്പോൾ ISO എന്ന് പറയുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ആ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റിന്റെ എല്ലാ ക്വാളിറ്റിന്റെയും കൂടെ എക്സ്ട്രാ കുറച്ച് ക്വാളിറ്റിയും കൂടി ഉണ്ടെങ്കിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ കിട്ടും. പക്ഷെ അതിനെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരെന്തോ പിന്നെ എന്താണ് ഇവിടെ ഒരു വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ പറയുന്ന ആളുകൾ ഇതേപോലെ തന്നെ മറ്റൊരു മതവിഭാഗത്തിനും ഇതേപോലെ ഒരു സംഗതിയുണ്ട്. ഇവിടെയുള്ള ജൂതന്മാർ എന്ന് പറയുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കോഷർ, നമുക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ ഉള്ളതുപോലെ തന്നെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുഡിന് അവർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് കോഷർ സർട്ടിഫിക്കേഷൻ ആണ്. അതിനെക്കുറിച്ച് മിണ്ടാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ വർഗീയത ഉണ്ടാക്കുന്ന ആരാ? അത് മുസ്ലിങ്ങൾ മാത്രമാണ്. ഹലാൽ സർട്ടിഫിക്കേഷൻ കണ്ടോ, പ്രശ്നമാണ്. ഈ രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ് കാണാൻ പറ്റുന്നത്. ഇനി സതുദ്ദേശപൂർവ്വം ചെയ്യുന്ന പല കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, സതുദ്ദേശപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളെ വിവാദത്തിന്റെ കുരുക്കിൽപ്പെടുത്തുക. ആ വിഷയം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ കുട്ടികൾ അവര് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന, പലപ്പോഴും OT-കളിൽ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ് ഉപയോഗിച്ചപ്പോൾ ഇവിടുത്തെ ക്യാമ്പയിൻ എന്താ? ഇവിടുത്തെ ക്യാമ്പയിൻ കൃത്യമായി പറഞ്ഞാൽ അവർ പർദ്ദി മഫ്തി ഇടാൻ ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലുള്ളതായിരുന്നു. നമ്മുടെ ആ പെൺകുട്ടി തന്നെ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്തു വന്നാലും ഓപ്പൺ റിയാലിറ്റിയുടെ ഒക്കെ എല്ലാ സാധ്യതയും ഉപയോഗിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകൾ ആരും ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് മൈക്കായിട്ട് ചെന്നില്ല. ചെന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുമായിരുന്നു. ആ പെൺകുട്ടി നടത്തിയ ഒരു ചെറിയൊരു വോയിസ്, ആ സമയത്ത് നമുക്ക് തന്ന ഒരു വോയിസിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കുന്നുണ്ട്. സർജറി പോസ്റ്റിങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ സാധാരണ വസ്ത്രം മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിലെ വസ്ത്രം, അതായത് സ്ക്രബ്സ്, ഹാഫ് സ്ലീവ്സ് ടോപ്പും പാൻറ്റും, തല കവർ ചെയ്യാൻ വേണ്ടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്യാപ്സും കിട്ടാറുണ്ടായിരുന്നു. അപ്പം സാധാരണ ലൈക്ക് ഫുൾ ഹിജാബായിട്ട് അല്ലെങ്കിൽ ഫുള്ളി കവർ ചെയ്ത് നടക്കുന്ന ഒരു പ്രാക്ടീസിങ് മുസ്ലിം വിമൻ അല്ലെങ്കിൽ ലേഡീസിന് ഇതൊരു ഉണ്ടാക്കുമായിരുന്നു. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെയാ ഓൾട്ടർനേറ്റീവ്സ് എന്ന് നോക്കുന്ന സമയത്ത് വിത്തൗട്ട് കോംപ്രമൈസിങ് പേഷ്യന്റ് സേഫ്റ്റി, ബാക്കി കാര്യം ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റെറിലിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ ഇതിന് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് UK, USA അവിടുത്തെ പ്രാക്ടീസിങ് ഫീമെയിൽ ഡോക്ടേഴ്സ്, മുസ്ലിം ഡോക്ടേഴ്സിന് വേണ്ടി അവരൊരു ഇൻക്ലൂസീവ് ആയിട്ട് അവരുടെ ഗൈഡ് ലൈൻസിൽ ഒരു മാറ്റം വരുത്തിയതെന്ന് വെച്ചാൽ ഫുൾ സ്ലീവ് സ്ക്രബ്സും ലോങ് ഫുൾ സ്ലീവ് സ്ക്രബ്സും പിന്നെ ഡിസ്പോസിബിൾ ഹിജാബ്സ് അല്ലെങ്കിൽ സർജിക്കൽ ഹുഡ്സ് എന്നിങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം നമ്മളുടെ കോളേജിൽ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഓൾട്ടർനേറ്റീവ് നടക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ഒരു ലെറ്റർ എഴുതി പ്രിൻസിപ്പലിന് അഡ്രസ് ചെയ്തിരുന്നു. ആ ഒരു ലെറ്റർ പ്രിൻസിപ്പലിന് കൊടുത്ത് വിത്തിൻ അവേഴ്സ് അത് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരികയും അതൊരു തെറ്റായ
രീതിയാവുകയും ചെയ്തു. അതായത് നമ്മൾ ആവശ്യപ്പെട്ട സർജിക്കൽ ഹുഡ്സോ അല്ലെങ്കിൽ ലോങ് സ്ലീവ് സർജിക്കൽ സ്ക്രബ്സോ അതൊന്നും തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പേഷ്യൻ്റ് സേഫ്റ്റി കോംപ്രമൈസ് ചെയ്തതെന്നോ അല്ല. പക്ഷെ ഈ മീഡിയകൾ അവര് വരുത്തി തീർത്തതെന്ന് വെച്ചാൽ സാധാരണ ഹിജാബും നിഖാബും ധരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണം എന്ന് മുസ്ലിം ഡോക്ടേഴ്സ് ആവശ്യപ്പെടുന്നു എന്നൊരു തെറ്റായ കാര്യമായിരുന്നു ഈ ബാക്കി നമ്മൾ കേട്ടല്ലോ. ഈ രീതിയിൽ ഒരു OT-യിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഞങ്ങളുടെ വിശ്വാസപരമായി അംഗീകരിച്ചിട്ടുള്ള, അതായത് ഇന്റർനാഷണലി അംഗീകരിച്ചിട്ടുള്ള പിന്നെ ചില സ്ക്രബ് രീതികളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ OT-യിലുള്ള സാധാരണ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഉണ്ടാവും, കൈ ഇവിടെ വരെ ഉണ്ടാവും, കുറച്ച് നീളമുള്ള കൈ എന്നുള്ള നിലയ്ക്ക് ഇന്റർനാഷണലി NHS അടക്കമുള്ള, ബ്രിട്ടനിലെ NHS അടക്കം, മയോ ക്ലിനിക് അടക്കം അംഗീകരിച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് ഞങ്ങൾക്ക് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇതാ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്കും നിങ്ങൾ ഹിജാബുമായി, ബുർഖയുമായി, പർദ്ദയുമായി വരുന്നു എന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോവുക. ഇവിടെ തീരുന്നില്ല. ഇനി അടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെയും പ്രശ്നക്കാരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ചില ടെക്സ്റ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ഇസ്രായേൽ ഫലസ്തീനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇവർക്ക് പ്രശ്നം, അഫ്ഗാനിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇവർക്ക് പ്രശ്നം, സിറിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം, ഇറാഖിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം, യമനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം, ഇന്ത്യയിൽ നോക്കൂ, ഇന്ത്യയിൽ കണ്ട സംഖ്യകളുമായി പ്രശ്നം, ലോകത്ത് എവിടെ ഇവർ പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ട്. പ്രശ്നക്കാരാണ് മുസ്ലിങ്ങൾ. അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. മുസ്ലിങ്ങൾ എല്ലായിടത്തും പ്രശ്നക്കാരാണ് എന്നൊരു സംഗതി ക്രിയേറ്റ് ചെയ്യുക. ആ രീതിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പോൾ ഫലസ്തീൻ, ഇസ്രായേൽ, അതെല്ലാവർക്കും അറിയാം. അതെന്താണ്? അത് മതപരമായിട്ടുള്ളൊരു വിഷയമല്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയമാണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ USSRും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന സംഘടനത്തിന്റെ ഭാഗമായിട്ടാണ് താലിബാൻ പോലെയുള്ള സംഘടനകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആകുമ്പോൾ അതിനങ്ങോട്ട് മാറ്റി, ആ ജിയോ പൊളിറ്റിക്സ് അങ്ങനെ എല്ലാവരും മാറ്റി വെച്ചിട്ട് അതിലുള്ള ഇസ്ലാമിന്റെ എലമെന്റ്, അല്ലെ, താലിബാൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളുടെ പേര് പറഞ്ഞിട്ട് ഈ സംഘടനകൾ അത് ഇസ്ലാമിന്റെ ആൾക്കാരാണ്. അപ്പോൾ ഇസ്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നക്കാരാണ്, ഇവർ അടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ്, ഇവരെ മാറ്റി നിർത്താൻ കാരണം ഇവർ പ്രശ്നക്കാരാണ് എന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ കാണാൻ പറ്റുന്നത്. സാധാരണ ഈ ക്ലാസ് മുറിയിലൊക്കെ കുട്ടികളെ ഒരുത്തനും ഇങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ മാറിക്കും. അപ്പൊ അടുത്തിക്കണവനൊപ്പം പോയി പൊട്ടിക്കൽ തുടങ്ങും. ഈ പരിപാടിയാണ് യഥാർത്ഥത്തിൽ GCCയിലും ഇത്ര ഇഷ്യൂസ് ഉണ്ടാകുന്നിടത്തൊക്കെ നടക്കുന്നത്. ഒരു ചെറിയൊരു കാർട്ടൂണിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂണാണ്. എന്താണ്? ഒരു മീഡിയ റിപ്പോർട്ടിംഗ് ആണ്. അവിടെ കുത്തണത് ഒരാളും കുത്തുകൊള്ളണത് ആരാണെന്നുള്ളത് യാഥാർത്ഥ്യം ഒന്നാണ്, എന്നാൽ ക്യാമറയിൽ കാണുന്നത് വേറെ ഒന്നാണ്. കുത്തണ ആളല്ല യഥാർത്ഥത്തിൽ ക്യാമറക്ക് മുന്നിൽ പ്രതിയായി വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇവിടെ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ ഇഷ്യൂ ആരായിരുന്നു? എതിർചേരിയിലുണ്ടായിരുന്നത് ബിൻ ലാദൻ ആയിരുന്നു. അപ്പുറത്ത് പിന്നെ ഇറാഖുമായി ബന്ധപ്പെട്ട ഇഷ്യൂല് അവിടെ ആരായിരുന്നു? ബിൻ ലാദൻ ആയിരുന്നു. ബിൻ ലാദൻ ആരുണ്ടാക്കിയതാ? അതാ ഞാൻ പറഞ്ഞു, ഒരുത്തം തൊണ്ട എന്നിട്ട് മാറിക്കുക, എന്നിട്ട് ഈ ഇടികൂടണോനെ ചൂണ്ടിയിട്ട് കണ്ടോ പ്രശ്നം എന്ന് പറയാം. ബിൻ ലാദൻ ആരുണ്ടാക്കിയത് എന്നുള്ളത് പിന്നീട് ആയിരക്കണക്കിന് സൈനികന്മാരെയും കോടിക്കണക്കിന് രൂപയും ഇറാഖിൽ നഷ്ടപ്പെട്ടതിന് ശേഷം പൊളിറ്റിക്കൽ പ്രഷർ അങ്ങ് UK-യുടെ മണ്ണിൽ അതിശക്തമായി വന്നപ്പോ, ബ്രിട്ടന്റെ മണ്ണിൽ അതിശക്തമായി വന്നപ്പോ, അമേരിക്കയുടെ മണ്ണിൽ അതിശക്തമായി വന്നപ്പോ അത് കൃത്യമായി അന്നത്തെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ലോകത്തോട് പറയുന്നുണ്ട്, ഞങ്ങളാണ് IS-നെ ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം കൃത്യമായി കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഒരു മലയാള മീഡിയ ഇതൊന്നും ഉദ്ധരിക്കൂല, ഒരു ഇന്ത്യൻ മീഡിയ ഇതൊന്നും ഉദ്ധരിക്കൂല. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. Program in the form that we thought it did not exist in the way that we thought. So I can apologize for that. I can also apologize, by the way, for some of the mistakes in planning and certainly our mistake in our understanding of what would happen once you removed the regime. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഞങ്ങൾ മാപ്പ് ചോദിക്കാണ്, ഇതിനുണ്ടാക്കി വെച്ച ഞങ്ങൾ മാപ്പ് ചോദിക്കാണെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി പറയാണ്. ഇനി ഇവിടെ തീരുമോ? മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിലെ FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അല്ലെ, രഹസ്യാന്വേഷണ വിഭാഗം, അതിലുണ്ടായിരുന്ന അന്നത്തെ ഒബാമയുടെ വലങ്കൈയായിരുന്ന എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പിന്നീട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് തെളിവുകൾ പുറത്തുവിടുന്നുണ്ട്. അന്ന് അദ്ദേഹം പുറത്തുവിടുന്ന സമയത്ത് പറഞ്ഞതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അമേരിക്കയാണ് IS-IS-നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. US ആണ് യഥാർത്ഥത്തിൽ IS-IS എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയതെന്ന് പറയുന്നവരാണ്, FBI-യുടെ ആളാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടോക്കൂ. സുന്നി ഭീകര സംഘടനയായ IS-IS-നെ സൃഷ്ടിച്ചത് ഇസ്രായേൽ ചാര സംഘടനയായ
മൊസാദും അമേരിക്കൻ ഏജൻസിയായ CIA ചേർന്നാണെന്ന് വെളിപ്പെടുത്തൽ. നിർണായകമായ പല രഹസ്യങ്ങളും പുറത്തുവിട്ട അമേരിക്കൻ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറിയ മുൻ US ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എഡ്വേർഡ് സ്നോഡനാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത്. ISIS നേതാവ് അബൂബക്കർ അൽ ബഗ്ദാദിക്ക് മൊസാദ് 1 വർഷത്തോളം സൈനിക പരിശീലനം നൽകിയെന്നും സ്നോഡൻ വെളിപ്പെടുത്തി. കടന്നൽക്കൂട് എന്ന് വിളിപ്പേരിട്ട രഹസ്യ പദ്ധതി വഴി അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെട്ട 3 രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ISISന് രൂപം നൽകിയതെന്നാണ് എഡ്വേർഡ് സ്നോഡന്റെ വെളിപ്പെടുത്തൽ. ദേശീയ സുരക്ഷാ ഏജൻസിയുടെ രേഖകൾ ഉദ്ധരിച്ചാണ് സ്നോഡൻ വിവരങ്ങൾ പുറത്തുവിട്ടത്. സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ നിലനിൽപ്പിനായി അപരനെ അഥവാ ശത്രുവിനെ സൃഷ്ടിക്കുകയെന്ന തന്ത്രമാണ് ഇതിന് പിന്നിലെന്നും സ്നോഡൻ പറയുന്നു. ഇസ്ലാമിക ഭീകരതയെ ഉയർത്തിക്കാട്ടി ഇസ്രായേലിന്റെ നിലനിൽപ്പും അസ്തിത്വവും ഉറപ്പിക്കുന്നതിനായി അതിർത്തിക്കപ്പുറം ശത്രുവെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന ഭരണകൂട ഭീകരബുദ്ധിയാണ് ISISന്റെ സൃഷ്ടിക്ക് പിന്നിലെന്ന് സ്നോഡൻ പറയുന്നു. ISIS തലവനും സ്വയം പ്രഖ്യാപിത ഖലീഫയുമായ അബൂബക്കർ അൽ ബഗ്ദാദി 1 വർഷത്തോളം മൊസാദിന്റെ സൈനിക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും സ്നോഡൻ വെളിപ്പെടുത്തുന്നു. അബൂബക്കർ അൽ ബഗ്ദാദിക്ക് CIA അടുത്ത ബന്ധമുണ്ടെന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയകാര്യ വിദഗ്ധൻ മാറ്റുസോ വ്യക്തമാക്കി. 2004-2009 കാലത്തെ ജയിൽവാസത്തിനിടയിലാണ് ബാഗ്ദാദി CIA അടുത്ത ബന്ധം പുലർത്തിയതെന്നും മാറ്റുസോ പറയുന്നു. ഭീകരാക്രമണങ്ങൾ പ്രതിരോധിക്കാനെന്ന പേരിൽ താലിബാനും അൽഖയ്ദക്കുമെതിരെ ആളില്ലാ വിമാനാക്രമണം സംഘടിപ്പിക്കുന്ന അമേരിക്ക ISISന് നേരെ അത്തരം ഇടപെടൽ നടത്താത്തത് ഈ രഹസ്യ ബാന്ധവം കൊണ്ടാണെന്നും മാറ്റുസോ പറഞ്ഞു. എഡ്വേർഡ് സ്നോഡന്റെ വെളിപ്പെടുത്തലുകളെ സാധൂകരിക്കുന്നതാണ് മാറ്റുസോവിന്റെ നിരീക്ഷണങ്ങൾ. 2006 അമേരിക്കൻ ഇറാഖ് അധിനിവേശ കാലത്ത് ആരംഭിച്ച ഒരു ഗ്രൂപ്പാണ് പിന്നീട് ISIS-ആയും ISIL-ആയും പടർന്നു പന്തലിച്ചത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുമല്ലോ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ തീരുമോ ഇങ്ങനെ മുസ്ലിങ്ങളെ ഭീകരവൽക്കരിച്ച് ഭീകരപ്രസ്ഥാനങ്ങളോട് മുസ്ലിങ്ങളെ ഇസ്ലാമിനെ ചേർത്ത് കെട്ടുക എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. ഇനി അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവരെ തൊട്ടാ പ്രശ്നമാണ്. കാരണം എന്താ, ഒരാള് മലയാളത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് ഒരാൾ പറയാണ്, ഒരു ക്രിസ്ത്യൻ പ്രതിനിധി എന്നുള്ള നിലക്ക് അദ്ദേഹം വന്നിരുന്ന് പറയാണ്, കേട്ടോ നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തൊട്ടാ പ്രശ്നമാണ്. കാരണം ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഒരു പോർക്ക് കഴിക്കുന്ന നായകനെ എടുത്തിട്ട് ഒരു സിനിമ എടുക്കാൻ? പോർക്ക് കഴിക്കുന്ന ഒരു നായകനെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ പോർക്ക് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിന് വിരുദ്ധമാണല്ലോ, മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാണല്ലോ. അപ്പൊ അതൊന്നും ചെയ്യാൻ ആർക്ക് പറ്റില്ല? ഇവിടെയുള്ള സിനിമാക്കാർക്കോ ഇവിടെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊന്നും പറ്റില്ല. കാരണം എല്ലാവരും ഇസ്ലാമിനെ പേടിച്ച് കഴിയുകയാണെന്നുള്ളതാണ് മൂപ്പര് കൊണ്ടുവരുന്നത്. അതൊന്ന് കണ്ടുനോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉദാഹരണം പറയണോ കെന്നഡി? കെന്നഡി ഒച്ച വെക്കണ്ട, ഞാൻ പറഞ്ഞു കേൾക്കൂ, സമാധാനത്തോടെ കേൾക്കൂ. ഓക്കെ, ഒരു നിമിഷം. മമ്മൂട്ടി 5 നേരം. ഓക്കെ, അപ്പോ എന്താണ് അദ്ദേഹം അങ്ങനെ വളരെ ശക്തി ഇത് സ്ഥിരം ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ഒന്നിനെ തൊട്ട ഭയങ്കര പ്രശ്നമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ മുസ്ലിങ്ങളായിട്ട് ചേർന്ന് ജീവിക്കാത്തവർക്ക് ഇത് അങ്ങനെ തന്നെ തോന്നുകയും ചെയ്യും. നോക്ക് നിങ്ങൾ, ഇതിന് അവിടെ തന്നെ വെച്ച് ആ ചാനൽ ചർച്ചയിലെ ആങ്കർ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അതും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കാണണം. മമ്മൂട്ടി 5 നേരം നമസ്കരിക്കുന്ന ഒരു നടനാണ്. 5 നേരം നമസ്കരിക്കും. അദ്ദേഹം തന്നെ മദ്യപിച്ചുകൊണ്ട് അഭിനയിക്കുന്നുണ്ട്, അദ്ദേഹം വ്യഭിചരിക്കുന്നുണ്ട്, അദ്ദേഹം പലിശക്കാരനായിട്ടുണ്ട്, കൊള്ളക്കാരനായിട്ടുണ്ട്, കൊലപാതകമായിട്ടുണ്ട്, റേപ്പിസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഭൂലോകം ഇടിഞ്ഞു വീണോ? നിങ്ങൾ ഏത് കേരളത്തെ കുറിച്ചായി സംസാരിക്കുന്നത്? മറുപടി അവിടെ തന്നെ വന്നു. വെറുതെ പൊട്ടിക്കുക, വെറുതെ ഓരോ ചാനൽ ചർച്ചയിൽ വരെ തേഞ്ഞു പോവുക, അതാണ് മൂപ്പർ സ്ഥിരം പരിപാടി. പക്ഷേ ഇതിന്റെ ക്ലാരിറ്റികൾ കിട്ടാതെ പോകുമ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ്. ഇതൊക്കെ കൃത്യമായി ഇപ്പൊ ഞങ്ങൾ 7ാമത്തെ പോയിന്റിലേക്ക് കിടക്കണേ. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക പരിസരമുണ്ട്. നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നാനാദിക്കിൽ നിന്നും ഇതൊക്കെ അങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടു പോവാണ്. ഇനി 7ാമത്തെ ഒരു കാര്യം എന്താ അറിയോ, ഏതെങ്കിലും ഏതിലും എന്തിലും ഒരു തരം മുസ്ലിം വിരുദ്ധത ഒരു തരം മുസ്ലിം വിരുദ്ധത തിരയുന്നു എന്നുള്ളതാണ്. എന്ത് കിട്ടിയാലും അതിലൊക്കെ ഒരു മുസ്ലിം വിരുദ്ധത, ഇപ്പൊ 0 സാധ്യത ഉള്ളതിലും അത് മുസ്ലിങ്ങൾക്കെതിരെ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ഗവേഷണം നടത്തി അത് സമൂഹത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഗവേഷണങ്ങൾ ഭയങ്കര രസമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിമന്തി എന്ന് കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പ്രശ്നമാണ്. കുഴിമന്തി ഒരു 10 വർഷം മുമ്പ് കേരളത്തിൽ കുഴിമന്തി ഉണ്ടോ? ഇതാ കണ്ടോ, ഇസ്ലാമൈസേഷൻ ഓഫ് കേരള. കേരളത്തിൽ ഇതാ ഇസ്ലാം കടന്നു വരികയാണ്, കൾച്ചറൽ ഇൻവേഷൻ, കുഴിമന്തികൾ വരുന്നു നമ്മുടെ നാട്ടിലേക്ക്. കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രശ്നമാണ്. ഷവർമ കണ്ടോ, മുസ്ലിങ്ങളുടെ എന്തോ ഒരു സംഗതി ഇതാ കടന്നു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ചില നാട്ടിൽ ചില ഡ്രസ്സിങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ജെൻസി എന്ന് പറയുമ്പോൾ പുതിയ കാലത്തിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഏതെങ്കിലും വസ്ത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ധരിക്കാൻ തുടങ്ങും. അപ്പൊ അതും പ്രശ്നമാണ്. കാരണം കണ്ടോ, നീളമുള്ള ജുബ്ബ കേരളത്തിൽ ഇതാ പ്രചാരം നേടുന്നു. ഇസ്ലാമൈസേഷൻ കണ്ടോ, അങ്ങനെ ഏത് വിഷയം വന്നു കഴിഞ്ഞാലും യാതൊരു ബന്ധവും ഇല്ലാത്ത വിഷയത്തിൽ എന്ത് ചെയ്യുക,
ഇസ്ലാം കടന്നു വരുന്നു, കൾച്ചറൽ ഇൻവേഷൻ എന്ന് കാണിക്കുക. ഈവൻ കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ പച്ച ബോർഡുകൾ, സ്കൂളുകളിൽ പച്ച ബോർഡുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവുണ്ടായിരുന്നു. PK അബ്ദുൾ റബ്ബ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത്. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ പ്രശ്നമാണ്, കാരണം പച്ച ബോർഡ്, പച്ച കളർ ഉണ്ടല്ലോ, പച്ച കളർ എന്ന് പറഞ്ഞാൽ ആരുടെ? മുസ്ലിങ്ങളുടെ കളറാണ്. ഈ നിലക്ക് എന്ത് ചെയ്യുക, എന്തിലും ഏതിലും പ്രശ്നം കണ്ടെത്തുക, അത് മുസ്ലിങ്ങൾ എന്തോ ഇവിടെ പിടിച്ചടക്കാൻ വരുന്നതാണ് എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഒരാളിങ്ങനെ ബസ് കത്തുക്കുമ്പോൾ ആദ്യം ഒരു ബസ് പോയി, ആ ബസ്സിന്റെ പേര് മുസ്ലിം ബസ്സാണ്, പിന്നെയും പോയി അപ്പോൾ തന്നെ ബേജാറ് തുടങ്ങും. സുഹൃത്തുക്കളെ, ഇതൊരു മനോരോഗമാണ്. ഒരു ഹോട്ടലിൽ കയറി, ആ ഹോട്ടലിൽ ഹലാൽ വേണ്ട, അപ്പം മനോരോഗം തുടങ്ങും. ഇനി ഒരു 3-4 പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കയറി പോകണണ്ട, അപ്പം തുടങ്ങി ആകെ പിടിച്ചടക്കണം, ആകെ പ്രശ്നമാണ്. ഇതൊരു തരം മനോരോഗമാണ്. ആ മനോരോഗമുള്ളവർക്കുള്ള മരുന്ന് അവരെ പോയി കണ്ട് സംസാരിച്ച് വിഷയങ്ങൾ ക്ലിയർ ആക്കല. 0 സാധ്യതയിൽ നിന്ന് വിഷയം കൊണ്ടതിന്റെ തെളിവാണ് നാർക്കോട്ടിക് ജിഹാദ്. ഒരു ആരോപണം ചാനൽ ചർച്ചയിൽ ഈ ചങ്ങാതി തന്നെ പറയണം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ലഹരിമനം നടക്കാം ഒരു വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. നോക്കിയാൽ കാണാം 99 ഒരു സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ തെളിവ് ചോദിച്ചു, എന്താ അതിന്റെ തെളിവ്, കണക്ക് എവിടെ, അതിന്റെ രേഖ എവിടെയെന്ന് ചോദിച്ചു. അത് ആ ചോദ്യം ഒന്ന് നിങ്ങൾ കേട്ടു നോക്ക്. അതെങ്ങനെ നിരുത്തരവാദപരവും ലോകമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത കാര്യം. ലോകമാധ്യമം റിപ്പോർട്ട് മാധ്യമം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാ, അത് പാലാപിതാവ് പറഞ്ഞിട്ടുണ്ട്, കേട്ടോളി. ഇവിടെ നാർക്കോട്ടിക് ഉപയോഗിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ്. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഏത് ഏജൻസിയുടെ, ഏത് കാലത്തേത്, ഏത് പോലീസ് എടുത്ത കേസ് കണക്ക് പറ. പാലാപിതാവ് വ്യക്തമായി പറഞ്ഞു, തലത്തിൽ ഞങ്ങളുടെ കുട്ടികളടക്കം വിക്ടിമാകുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് തെളിവ് തരുന്ന രീതി? നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് നാർക്കോട്ടിക് ജിഹാദ് ആണെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ എന്ത് കാര്യം, മുസ്ലിങ്ങൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ കുറച്ചൊന്ന് മുന്നേറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ പിന്നെ PSC, കുറെ മുസ്ലിങ്ങൾ PSC പഠിച്ചിട്ട് കുറച്ച് മുന്നേറി കഴിഞ്ഞാൽ UPSC ജിഹാദ്, UPSC മുസ്ലിങ്ങൾ ഇതാ UPSC കൈയടക്കാൻ പോവാണ്, UPSC ജിഹാദ്. മുസ്ലിം കുട്ടികളായിട്ടുള്ള ആളുകൾ നല്ല കോളേജുകളിലേക്കൊക്കെ കയറി പോയി കഴിഞ്ഞാൽ അത് എഡ്യൂക്കേഷൻ ജിഹാദ്, അല്ലെ? അത് എഡ്യൂക്കേഷൻ ജിഹാദ്, ഹലാൽ ജിഹാദായി മാറും. പിന്നൊരു സാധനം ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം, എന്താണത്? ലവ് ജിഹാദ്, അല്ലെ? ലവ് ജിഹാദ്. ഇവിടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആൺകുട്ടികളൊക്കെ പിന്നെ മുസ്ലിം പെൺകുട്ടികൾ കിട്ടാതെ അല്ലെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് മറ്റു മതത്തിലുള്ള ആളുകളെ പോയിട്ട് പഠിക്കാൻ നിൽക്കണം, അല്ലെ? നമ്മളെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലവ് ജിഹാദിന് ഇറങ്ങുകയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ലാൻഡ് ജിഹാദ്, അങ്ങനെ സ്ഥലം വാങ്ങിക്കൂട്ടാണ്. ഇപ്പോൾ പിന്നെ സദേൺ കേരളയിലൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ സ്ഥലം വാങ്ങിക്കൂട്ടി ലാൻഡ് ജിഹാദ് നടത്തുകയാണ്. ഇങ്ങനെ മുസ്ലിങ്ങൾ നിത്യജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഒരു കാലം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അത് ജിഹാദാണ് എന്നുള്ള നിലക്ക് കൊണ്ടുവരിക. അതായത് ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങിയ അടക്കം പേടി തുടങ്ങി. ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു നീറ്റ് എക്സാമിൽ റാങ്ക് വന്ന അവിടെ പേടി തുടങ്ങി. ഇത്തരം ഒരു മനോഗതമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അടക്കം എല്ലാവരും അറിയേണ്ടതാണ്, മത നേതാക്കൾ അറിയേണ്ടതാണ്. നമ്മൾ മറ്റൊരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ 9ാമത്തെ ഒരു പോയിന്റ്, അനർഹമായത് നേടുന്നു എന്നുള്ള ക്യാമ്പയിനാണ്. അനർഹമായത് മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ. മദ്രസയിലെ ശമ്പളം ഫുള്ള് കൊടുക്കുന്നത് ഗവൺമെന്റ് ഇതിൽ നിന്നാണ്. അതേപോലെ ഹജ്ജിന് ഫുള്ള് ഫ്രീ ആയിട്ട് എല്ലാവരും ഇവിടുത്തെ കാക്കാരിയും താത്താരിയും ഫുള്ള് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ വ്യാപകമായ ക്യാമ്പയിനും കൃത്യമായ പ്രചാരണങ്ങളും സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ ഓരോന്നിന്റെയും കണക്കുകൾ ഉദ്ധരിച്ച് ഇത് പറയേണ്ടതാണ്. പക്ഷേ ആ കണക്കുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒന്നുമില്ല, മലപ്പുറത്തെ +2 സ്കൂളിൽ പോയോക്കിയാൽ മതി. അവിടെ 60, 70, 80 കുട്ടികൾ ഇരിക്കുകയാണ്, പഠിക്കാൻ പറ്റണില്ല, സീറ്റ് കിട്ടണില്ല. ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കെ മദ്രസ അധ്യാപകരെ ശമ്പളം നോക്കിയാൽ മതി. പച്ച നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അത് പ്രതിരോധിക്കേണ്ട അടിസ്ഥാന ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 10ലേക്ക് പോകും നമ്മൾ. തീർച്ചയായും ഈ രീതിയിൽ മുസ്ലിങ്ങൾ എന്തൊക്കെ കൂടുതൽ നേടുകയാണെന്ന് പറയാൻ, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സ്കോളർഷിപ്പ് അടക്കം സംവരണ വിഷയത്തിലടക്കം പലപ്പോഴും മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിൻവാതിലൂടെ. ഇത് നടക്കുമ്പോഴാണ് മുസ്ലിങ്ങൾ എന്തൊക്കെ നേടുകയാണെന്ന് പറയാം. പിന്നെ അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ വിശ്വാസ ആചാര കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ തട്ടം ധരിക്കുക എന്ന് പറയുമ്പോൾ, ഹിജാബ് എന്ന് പറയുമ്പോൾ അതൊരു അടിസ്ഥാനപരമായി മുസ്ലിങ്ങൾ എല്ലാവർക്കും ഒരുപാട് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനെന്ത് ചെയ്യുക? അത് പിന്നെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഒന്നും അല്ലല്ലോ. ഇപ്പൊ ഇസ്ലാം കാര്യങ്ങളിൽ ഹിജാബ് ധരിക്കണമെന്നുണ്ടോ? ഈമാൻ കാര്യങ്ങളിൽ ഹിജാബ് ധരിക്കണമെന്നുണ്ടോ? അപ്പോൾ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അനിവാര്യമായി ചെയ്യേണ്ട ഒരു സംഗതിയൊന്നും അല്ല. ഏത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് പഠിപ്പിക്കുകയാണ് ഹിജാബ് നിങ്ങൾക്ക് അത്ര. അതായത് അടിസ്ഥാനപരമായി നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണം വെള്ളിയാഴ്ച ഇപ്പൊ ഇടയ്ക്കിടക്ക് പരീക്ഷയാണ്, ഇടയ്ക്കിടക്ക് പരീക്ഷ വരും. ഇവിടെ ഇന്ത്യയിൽ
ശനിയാഴ്ച പരീക്ഷ എഴുതാൻ പറ്റാത്ത, പഠിക്കാൻ പറ്റാത്ത കുട്ടി, ഏതാനും 1-2 കുട്ടികൾക്ക് അവർക്ക് മതപരമായ അവകാശം വകവെച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബന്ധപ്പെട്ട അവരുടെ കാര്യത്തിൽ കോടതി എടുത്ത തീരുമാനം എന്താണെന്നറിയോ? കോടതി എടുത്ത തീരുമാനം അവരെ പകൽ മുഴുവൻ ഒരു റൂമിൽ അടച്ചിടാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ പ്രാർത്ഥനാ സമയം, അവർക്ക് പരീക്ഷ എഴുതാവുന്ന സമയത്തുമ്പോൾ ഇൻവിജിലേറ്റർ നിശ്ചയിച്ച് പരീക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഇത്രയും വലിയ ഇത് വേണമെന്ന നമ്മുടെ അഭിപ്രായം, വേണ്ടെന്നല്ല, അത്രയും വലിയ മൗലികാവകാശം സംരക്ഷിക്കപ്പെടുന്നിടത്ത് വെള്ളിയാഴ്ച കൊണ്ടുപോയിട്ട് പരീക്ഷ വെക്കും. എന്നിട്ട് അതിനെതിരെ പ്രസ്താവന വന്നാൽ എന്താ? മതം കുത്തിക്കയറ്റാണ്. മുസ്ലിങ്ങളിൽപ്പെട്ട ആൾക്കാരും പറയും ഇതിനൊക്കെ പോയി കമന്റ് ചെയ്യണോ? ഈ എന്താ പറയാ, പിന്നെ ഈ ഫാസിസ്റ്റുകളുള്ള കാലത്ത് ഇതൊക്കെ നോക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അടുത്തത് വരും, അതിന്റെ അടുത്തത് വരും. ഇങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുക. എന്നിട്ടോ പിന്നെ അതിന് റിവേഴ്സ് ഗിയറിൽ വരുമ്പോൾ ഇവിടുത്തെ മൊല്ലാക്കന്മാരാണ് ഗവൺമെന്റിനെ നിയന്ത്രിക്കണമെന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്താനും പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് വലിയൊരു പ്രതിസന്ധിയായി രൂപപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ 12ലേക്ക് പോകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഞാൻ പറയുന്നത്, കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചില ആളുകൾ വംശീയമായിട്ടുള്ള വർഗീയമായിട്ടുള്ള പ്രചരണം നടത്തുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റീസെന്റ് നമ്മൾ വളരെ അടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ, ശശികലനെ പോലെയുള്ള ആളുകൾ, അതേപോലെ തന്നെ TG മോഹൻദാസിനെ പോലെയുള്ള ചില ആളുകൾ, ഇവരൊക്കെ സമൂഹത്തിലേക്ക് നിരന്തരം മിനിറ്റിന് എന്ത് ചെയ്യാണ്? ഈ രീതിയിലുള്ള വംശീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതിന് യാതൊരു പ്രശ്നവുമില്ല, അല്ലെ? അതിന് യാതൊരു പ്രശ്നവുമില്ല. മറുനാടനെ പോലെയുള്ള ആളുകൾ ഈ വംശീയത ഇങ്ങനെ വിളമ്പുമ്പോൾ അതിന് യാതൊരു പ്രശ്നമില്ല. അതേസമയം മുസ്ലിം പേരുകാരനാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മുസ്ലിം ആയി എന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ എടുക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഒരു പാർഷ്യാലിറ്റി. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ എന്തും പറയാം. കലാഭവനം നടത്തിയ ആളാണ് TG മോഹൻദാസ് എന്ന് പറയുന്നത്. അയാൾ ഇപ്പോഴും ഇരുന്നിട്ട് യൂട്യൂബിൽ ചാനൽ നടത്താണ്. പക്ഷെ അതേസമയം മുസ്ലിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നുള്ള നിലക്ക് 15 വർഷങ്ങൾക്കപ്പുറം മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു പീസ് എടുത്തിട്ട് ഇഷ്യൂ ആക്കിയപ്പോഴേക്ക് ജാമ്യമില്ലാ വകുപ്പെടുത്ത കേസെടുക്കുക, MM അക്ബറിനെതിരെ കേസെടുക്കുക, ഇങ്ങനെയുള്ള പല ആളുകൾക്കെതിരെ കേസെടുക്കുക. എന്നാലോ ഇത്തരം ആളുകൾക്ക് ഇവിടെ വിരാജിക്കും ചെയ്യാം. മാത്രമല്ല, ഇപ്പൊ സക്കരിയ എന്ന് പറയുന്ന പരപ്പനങ്ങാടിക്കാരൻ ഇപ്പോഴും ജയിലിലാണ്. 17-18 വയസ്സാകുമ്പോൾ ഏതോ ഒരു കേസിൽപ്പെട്ട ആള് ഇയാളുടെ ഷോപ്പിൽ വന്ന് ഒരു സിമ്മ് വാങ്ങി എന്നുള്ളതാ കേസ്. ഒരു സിമ്മ് കൊടുത്തു, ഷോപ്പിൽ നിന്ന് സിമ്മ് കൊടുത്തു. വീഡിയോ ഉണ്ട്, ഞാൻ അതിലേക്ക് പോണില്ല. അതിന്റെ പേരിൽ ഇപ്പോഴും നീണ്ട 10-15 വർഷമായിട്ട് അതിന്റെ ഇടയ്ക്ക് 2 പരോള കിട്ടി. വാപ്പ മരിച്ചപ്പോ വാപ്പന്റെ മയ്യത്ത് കാണാൻ നിസ്കരിക്കാനാണ് വന്നത്. ഇത്തരം വലിയ ഇരട്ട നീതികൾ നമ്മുടെ നാട്ടിൽ സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മീഡിയ എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നതാണ്. പലപ്പോഴും ഇപ്പോൾ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മീഡിയയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിജാബ് വിഷയം കൊച്ചിയിൽ സംഭവിച്ചപ്പോൾ അത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയത്തിന് മീഡിയയിലുള്ള ആളുകൾ പലപ്പോഴും ക്ഷണിച്ചു കൊണ്ടിരുത്തുന്ന അതിഥികൾ ആരാണ്? അത് യാതൊരു തരത്തിലും സാമൂഹ്യ നിരീക്ഷകർ എന്ന് പേര് കൊടുക്കാൻ യാതൊരു തരത്തിലും ഒരു സ്കോപ്പും ഇല്ലാത്ത ആളുകളെ കൊണ്ടിരുത്തുക. എന്നിട്ട് അവരവിടെ വന്നിട്ട് പറയുന്നതാണ് ഈ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയമൊന്നുമല്ല, മറിച്ച് ഹിജാബ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്, ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പിന്നെ ഹിജാബിന്റെ ഒരു ഹിജാബ് അങ്ങനെ കടന്നു വന്നത് എന്നൊക്കെ വളരെ അശ്ലീലമായി പറയുക. അതായത് അവിടെയും ഒരു പൊതു മീഡിയയിൽ വന്നിട്ട് ഇസ്ലാമിനെ അവഹേളിക്കുക. ഇതിനിങ്ങനെ അവിടെയുള്ള ആങ്കർ ഇങ്ങനെ കയ്യും കെട്ടി കാത്തു നിന്ന് കൊടുക്കുക. ഈ രീതിയിൽ മീഡിയകൾ, ഈ പറയുന്ന നമ്മൾ ഇത്രയും പോയിന്റുകൾ പറഞ്ഞു, അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊന്നാണ് ഇവിടെയുള്ള മീഡിയകൾ എന്ന് പറയുന്നത്. അവരോടും നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മീഡിയ ചർച്ചയ്ക്ക്, മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളുകളുടെ കോലവും മുസ്ലിങ്ങൾക്കെതിരിൽ പ്രതിരോധത്തിന് ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളുകളുടെ കോലവും കാണണം. അത് കണ്ട് 1 മിനിറ്റ് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. എന്താ, ഒരാൾ വന്നിട്ട് അയാളൊരു മുസ്ലിങ്ങൾ, അയാളുടെ ഇമാമിങ്ങൾ ആരാന്നൊന്ന് എണ്ണുന്നുണ്ടെന്ന് കേട്ടോളി. 2 ആൾ കൂടി ഇരുന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല മുസ്ലിം. അങ്ങനെ വരുമ്പോൾ എന്റെ പോയിന്റ് പ്രേം നസീർ, നിലമ്പൂർ ആയിഷ, KT മുഹമ്മദ്, മമ്മൂട്ടി, സംവിധായകൻ സിദ്ദീഖ്, KP ഉമർ, അങ്ങനെ മുഹമ്മദ് റാഫി, വൈക്കം മുഹമ്മദ് ബഷീർ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, NP മുഹമ്മദ്, പിന്നെ കലാമണ്ഡലം ഹൈദരലി, അങ്ങനെ AR റഹ്മാൻ, മാധവിക്കുട്ടി, ഇപ്പൊ കമല സുരയ്യ, ഇപ്പൊ അവരൊക്കെയുള്ള വലിയൊരു പരമ്പര, ഒരു പരന്നു കിടക്കുന്ന സംഗതിയാണ് ഈ മുസ്ലിം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ ആരാണ്? നല്ല മുസ്ലിങ്ങളുടെ ഒരു പരമ്പരയാണ് ഇപ്പൊ പറഞ്ഞത്, നല്ല മുസ്ലിങ്ങളുടെ പരമ്പര, കേട്ടില്ലേ? അപ്പൊ ഈ രീതിയിൽ അപ്പൊ നമ്മള് ഇങ്ങനെ മീഡിയ ഇങ്ങനെ പോർട്രേ ചെയ്യുന്നു. നമ്മൾ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു. ഇങ്ങനെയുള്ള അവകാശങ്ങളെ കുറിച്ച് മുസ്ലിങ്ങൾ ഇനി സംസാരിക്കണം. ഇതേപോലെ നമ്മൾ ഇരുന്നിട്ട് സംസാരിക്കണം. ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന എന്താ അറിയോ? അത് നിങ്ങൾ കോയകളല്ലേ. ഈ കോയകൾ പറയുന്നത് നമ്മൾ എന്തിനാണ് കേൾക്കുന്നത്, അല്ലെ? നിങ്ങൾ കുറച്ച് മദ്രസ പൊട്ടന്മാർ വന്നിരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം, അല്ലെ? ഇമ്രാൻ കുഞ്ഞുങ്ങൾ
അല്ലെ, മട്ടാഞ്ചേരി മാഫിയ, ഇങ്ങനെ കുറെ ചാപ്പയടികളാണ്. സുഡാപ്പി, നമ്മൾ എന്തെങ്കിലും ഒരു അവകാശം പറഞ്ഞാൽ സുഡാപ്പികളായി. ഈ രീതിയിൽ നമ്മളൊരു അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായി ആ ചാപ്പയടി. ഇതിന്റെ ഒരു മനഃശാസ്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാപ്പയടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഇവർ വിചാരിക്കുന്നത്. ചാപ്പയടിച്ചു കഴിഞ്ഞാൽ അവിടെ മൂലക്കിരുത്താന്നാണ് വിചാരിക്കുന്നത്. പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ എന്ത് ചാപ്പ വിളിച്ചോളൂ, ആ ചാപ്പ അടിക്കുന്ന കാലം കഴിഞ്ഞു. ആ ചാപ്പകളൊക്കെ അടിക്കുന്ന കാലം കഴിഞ്ഞു. നിങ്ങൾ എന്തോ വിളിച്ചോട്ടെ, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഞങ്ങൾ ഇനിയും സംസാരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു അവകാശം, ഭരണഘടന നമ്മൾക്ക് തന്നിട്ടുള്ള അവകാശം, അത് പറയാൻ ഞങ്ങൾക്ക് പറ്റണം. ഇതൊക്കെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ഒരു മുസ്ലിമാണോ ചത്തത് എങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു മുസ്ലിം ചത്തത് ഒരു മുസ്ലിം അല്ലേ, എന്നാ വലിയ പ്രശ്നമൊന്നുമില്ല. ആ നിലക്കേക്ക് സമൂഹം ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആ ഒരു മൂവ്മെന്റിലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള സൊസൈറ്റി എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശരായി പിന്മാറലല്ല, മറിച്ച് ഇതിനെ വൈജ്ഞാനികമായി പ്രതിരോധിക്കുന്നിടത്ത് ഈ ജനത മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ഏതെങ്കിലും 4 മുസ്ലിങ്ങൾ ഒന്നിച്ചു നിന്ന് ഇടപെടേണ്ടതല്ല. മഹാഭൂരിപക്ഷം വരുന്ന സമൂഹങ്ങളും നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ ശക്തമായി പ്രതിരോധിക്കാനുണ്ടാകും. പക്ഷേ മുസ്ലിം സംഘടനകൾ സമയബന്ധിതമായി പ്രതികരിക്കാൻ പഠിക്കണം. മുസ്ലിങ്ങളെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന പത്രസമ്മേളനങ്ങൾക്കും ഡയലോഗുകൾക്കും പിന്നെ നേതൃത്വം നൽകുന്നതിൽ നിന്ന് പിന്മാറണം. ശരിയായി വിവേകത്തോടു കൂടെ കാര്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.